രാവിലെ തന്നെ ഒരു ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാനുള്ള മൂടായിരുന്നു. അങ്ങനെ ചായ ഇട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുത്തപ്പോഴാണ് കേസ് ഞാൻ ദാരുണ ദൃശ്യം കണ്ടത്. മാവെല്ലാം പൊങ്ങി പുറത്തൊക്കെ കളഞ്ഞു. പിന്നെ അതിനെ ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് എടുത്തിട്ടാണ് ബാക്കി പരിപാടി തുടങ്ങിയത്. സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പും ടൊമാറ്റോയും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കായപ്പൊടിയും വെള്ളവും കൂടി ചേർത്ത് ഒരു വിസിലടുപ്പിച്ചെടുത്തു. നല്ല അടിപൊളി ഏറി ആയിട്ടുള്ള മാവായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയെല്ലാം തട്ടിലൊക്കെ ഒഴിച്ചു വെച്ചു, അത് വേവിക്കാൻ വെച്ചു. പരിപ്പ് വെന്ത് കിട്ടി. അതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ചേർത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളവും കൂടി വെച്ച് അതിനെയും കൂടി ഒരു വിസിലടിപ്പിച്ചെടുത്തു. അപ്പോഴേക്ക് ഇഡ്ഡലിയൊക്കെ വെന്തു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ഇനിയൊന്നുമില്ല, സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള കടുക് വറുക്കാനുള്ള പരിപാടിയായിരുന്നു. കടുക്, ജീരകം, ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് വഴറ്റിയ ശേഷം കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി അതിലേക്ക് ടൊമാറ്റോയും സാമ്പാർ മുളകും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാറും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ചപ്പോഴത്തേക്കും സാമ്പാർ പൊടിയും കായം പൊടിയും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ, നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആൻഡ് സാമ്പാർ റെഡി.